ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്ര മന്ത്രിസഭാ യോഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് രാജ്യത്തെ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ബില്ലിന് അംഗീകാരം നൽകിയത്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ബില്ല് അവതരിപ്പിച്ചേക്കുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏകോപിപ്പിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കാൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല സമിതിയെ കേന്ദ്ര സർക്കാർ നേരത്തെ നിയോഗിച്ചിരുന്നു. വിവിധ കക്ഷികളുമായി കൂടിയാലോചിച്ച ശേഷം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നയത്തിന് അനുകൂലമായ റിപ്പോർട്ട് സമിതി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. രാജ്യത്തെ ഒട്ടുമിക്ക അംഗീകൃത പാർട്ടികളോടെല്ലാം തന്നെ സമിതി വിഷയത്തിൽ അഭിപ്രായം തേടിയപ്പോൾ NDA ചേരിയിലേത് ഉൾപ്പെടെ 32 പാർട്ടികൾ പുതിയ നയത്തെ അംഗീകരിച്ചു. അതേസമയം കോൺഗ്രസ് ഉൾപ്പെടെ 15 പാർട്ടികൾ തങ്ങളുടെ എതിർപ്പ് സമിതിക്ക് മുന്നിലും ആവർത്തിച്ചു. മുസ്ലിം ലീഗ്, RSP, കേരള കോൺഗ്രസ് M പാർട്ടികൾ എന്നിവരോടൊപ്പം മറ്റു 12 പാർട്ടികളും കമ്മീഷന്റെ ചോദ്യത്തോട് അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ചില്ലെന്ന് ശ്രദ്ധേയമാണ്. ദേശീയ പാർട്ടികൾ BJPയും NPPയും മാത്രമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നയത്തെ അനുകൂലിക്കുന്നത്. മറുവശത്ത് കോൺഗ്രസ്, CPM, BSP, SP, AAP പാർട്ടികൾ കേന്ദ്രത്തിന്റെ നീക്കത്തിനെതിരാണ്. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ NCPയും NDA സഖ്യത്തിലെ TDPയും വിഷയത്തിൽ പ്രതികരിച്ചിരുന്നില്ല. അതേസമയം കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യം ആവർത്തിച്ചിരുന്നു. അടിക്കടിയുള്ള തിരഞ്ഞെടുപ്പുകൾ രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുന്നുവെന്നാണ് അദ്ദേഹം വാദിച്ചത്. 1980കളിൽ തന്നെ ഇത്തരമൊരു ആശയം ഉയർന്നു വന്നിരുന്നു. 1999ൽ ജസ്റ്റിസ് BP ജീവൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള നിയമ കമ്മീഷൻ ഇതൊരു നിർദ്ദേശമായി മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതേസമയം ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നത് സംബന്ധിച്ച് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ടിന് ഇതിനോടകം തന്നെ ക്യാബിനറ്റ് അംഗീകാരം നൽകിയിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുമായി JPC ചർച്ച നടത്തും. എല്ലാ സംസ്ഥാനങ്ങളിലെയും സൈദ്ധാന്തികരെയും സ്പീക്കർമാരെയും ചർച്ചയിൽ ഉൾപ്പെടുത്തും. സാധാരണ ജനങ്ങളുടെ അഭിപ്രായങ്ങളും തേടും. സമവായം ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ പുതിയ സംവിധാനത്തിലേക്കുള്ള മാറ്റം വളരെ ബുദ്ധിമുട്ടേറിയതായിരിക്കുമെന്ന വിലയിരുത്തൽ സർക്കാരിനുണ്ട്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പദ്ധതി നടപ്പാക്കുമ്പോൾ കുറഞ്ഞത് 6 ബില്ലുകളെങ്കിലും ഭരണഘടന ഭേദഗതിക്കായി ആവശ്യമായി വരും. ഇത് പാസാക്കിയെടുക്കാൻ സർക്കാരിന് പാർലമെന്റിൽ 2/3 ഭൂരിപക്ഷവും ആവശ്യമാണ്. BJPയെ സംബന്ധിച്ച് അത്ര എളുപ്പമായിരിക്കില്ല ഇത്. നിലവിൽ രാജ്യസഭയിൽ NDAക്ക് 112 അംഗങ്ങളാണുള്ളത്. പ്രതിപക്ഷത്തിന് 85. 2/3 ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ 16 വോട്ടെങ്കിലും NDAക്ക് ലഭിക്കണം. ലോക്സഭയിൽ ആകെയുള്ള 545 സീറ്റിൽ 292 അംഗങ്ങളാണ് NDAക്കുള്ളത്. 364 പേരുടെ പിന്തുണയാണ് ലോക്സഭയിൽ ആവശ്യം. 2014ൽ BJP കേന്ദ്രത്തിൽ അധികാരത്തിലേറിയതു മുതൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം ഉയർത്തുന്നുണ്ട്. ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് രീതി സമയവും പണവും നഷ്ടപ്പെടുത്തുന്നതാണെന്നാണ് BJPയുടെ വാദം. ഇടയ്ക്കിടെയുള്ള തിരഞ്ഞെടുപ്പുകൾ രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുകയാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എന്നാൽ ഇത് അപ്രായോഗികമാണെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല ആശയം ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നും പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ട്. അതേസമയം 2029 ശേഷം മാത്രമേ പദ്ധതി നടപ്പാക്കാൻ സാധിക്കൂവെന്നാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി നേരത്തെ പറഞ്ഞത്. 18 ഭരണഘടനാ ഭേദഗതികളും കമ്മിറ്റി നിർദ്ദേശിച്ചിരുന്നു.